ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ കാൽനടയായും വാഹനത്തിലൂടെയും മുഴുവൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാനായി ഇറങ്ങിയത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരക്കാരനായി രാഹുൽ ഗാന്ധി നയിച്ച 2 യാത്രകളും ജനഹൃദയങ്ങളിലൂടെ ആയിരുന്നു മുന്നേറിയത്. ജനുവരി 14 മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര 63 ദിവസം കൊണ്ട് 15 സംസ്ഥാനങ്ങളിലെ 110 ജില്ലകളിലൂടെ സഞ്ചരിച്ചാണ് മഹാറാലിയോടെ നാളെ മുംബൈയിൽ സമാപിക്കുന്നത്. 63 ദിവസങ്ങൾ പിന്നിട്ട യാത്ര മഹാരാഷ്ട്രയിലെ താനെയിലൂടെ മുന്നേറുകയാണ്. നാളെ ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളുടെ സംയുക്ത റാലിയോടെയാണ് ഔദ്യോഗികമായി ന്യായ് യാത്ര അവസാനിക്കുന്നത്. കർഷകരുടെ യുവാക്കളുടെയും പ്രശ്നങ്ങളും ജാതി സെൻസസും പൗരത്വ നിയമ ഭേദഗതിയും തൊഴിലില്ലായ്മയും പൊതുപരീക്ഷകളിലെ പ്രശ്നങ്ങളുമടക്കം വലിയ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതോടൊപ്പം മഹിള യുവ ന്യായ് അടക്കം വലിയ പ്രഖ്യാപനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. हिंदुस्तान की हर गरीब महिला को, चाहे वो मजदूरी करे, खेती करे, छोटा जॉब करे, हर गरीब महिला को सीधे बैंक अकाउंट में हिंदुस्तान की सरकार साल के 1 लाख रुपए देगी. 1 लाख रुपए उसके बैंक अकाउंट में हर साल ऑटोमेटिक डायरेक्ट उसके बैंक अकाउंट में जाएगी. और वैसे ही हिंदुस्तान में करोड़ों महिलाओं के साथ करोड़ों महिलाओं के बैंक अकाउंट में साल का 1 लाख रुपए आएगा. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇവയെല്ലാം ഉൾപ്പെടുത്തുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിട്ടുണ്ട്. ജയ് ഹിന്ദ് ന്യൂസ്, ഡൽഹി.